ഇനി കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള കോടതി പരാമർശങ്ങളിലേക്കാണ്. ഒപ്പം വിജയ് കരൂരിലേക്ക് എത്തുകയുമാണ്. വരുത്തിവച്ച ദുരന്തം. TVK റാലിക്കിടെ ആൾക്കൂട്ട ദുരന്തമുണ്ടായ കരൂരിൽ നടനും TVK നേതാവുമായ വിജയ് ഉടൻ തന്നെ സന്ദർശിക്കും. സന്ദർശനത്തിന് മുന്നോടിയായുള്ള മുന്നൊരുക്കങ്ങൾക്കൊക്കെയായി 20 അംഗ ടീമിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഇന്ന് ഈ കരൂർ ദുരന്തത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിലെത്തിയ ഹർജികളൊക്കെയും മദ്രാസ് ഹൈക്കോടതി തള്ളിയിട്ടുണ്ട്. ദുരന്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ നടപടി. ഹർജി സമർപ്പിച്ച ദേശീയ മക്കൾ ശക്തി കക്ഷിക്ക് നേരെയും കോടതിയിൽ നിന്നും വിമർശനമുണ്ടായി. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ റാലികൾ നടത്താൻ മാനദണ്ഡങ്ങൾ രൂപീകരിക്കുമെന്നും കോടതി വ്യക്തമാക്കി. ആസിഫ് മുഹമ്മദാണ് ഇന്ന് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ആസിഫ്, TVKയ്ക്കും വിജയ്ക്കുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഇന്ന് കോടതി ഉന്നയിച്ചത്. മൂകസാക്ഷിയായി കോടതിക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ കഴിയില്ല, ദുരന്തം നടന്ന പാടെ നേതാവ് ഒളിച്ചോടി തുടങ്ങി അതിരൂക്ഷമായ വിമർശനങ്ങൾ. ഒപ്പം സ്റ്റാലിൻ സർക്കാരിനും വിമർശനങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് ഓപ്പൺ കോർട്ടിൽ കോടതി പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെ? അതിനൊപ്പം തന്നെ ഈ വിജയുടെ കരൂർ സന്ദർശനം അതെങ്ങനെയാകും? തീർച്ചയായും ഇന്ന് കോടതി ഇതുമായി ബന്ധപ്പെട്ട് വിജയ്ക്കെതിരെ രൂക്ഷമായ പരാമർശം നടത്തിയത് ഈ പോലീസ് രജിസ്റ്റർ ചെയ്ത FIR-ൽ വിജയുടെ പേരില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു ഹർജി കോടതിക്ക് മുമ്പിലെത്തിയത്. ആ ഹർജി പരിഗണിക്കവെയാണ് വിജയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുകയും അതോടൊപ്പം തന്നെ പ്രത്യേക അന്വേഷണത്തിന് കോടതി ഉത്തരവിടുകയും ചെയ്തത്, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്തത്. രൂക്ഷമായ വിമർശനം എന്ന് പറഞ്ഞാൽ വിജയ്ക്ക് നേതൃഗുണമില്ലാത്ത ആളാണ് എന്നും ആ ഒരു സംഭവത്തിന് ശേഷം കുട്ടികളും സ്ത്രീകളും അടക്കം മരിച്ച ആ ഒരു സംഭവത്തിന് ശേഷം അവിടം വിട്ടുപോയ വിജയുടെ മാനസിക അവസ്ഥ എന്താണെന്ന് മനസ്സിലാകും എന്ന് തുടങ്ങിയ ഒരു വിമർശനം പോലും കോടതി ഉന്നയിച്ചു. അതിൽ കോടതി ചൂണ്ടിക്കാണിച്ച ഒരു വാക്ക് എന്ത് തരം നേതാവാണ് എന്നുള്ളൊരു വാക്ക് തന്നെ കോടതി ഉപയോഗിച്ചു. അണികളെ ഉപേക്ഷിച്ച ആൾക്ക് നേതൃഗുണമില്ല എന്നുള്ള ഒരു വിമർശനവും കോടതി വാക്കാൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ DMK നേതൃത്വവും വിജയ്ക്കെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ആ ഒരു സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത വിജയെക്കുറിച്ചായിരുന്നു വിമർശനം. അതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കും ഇന്ന് രാവിലെ TVK നേതാക്കളുമായി ഓൺലൈനിൽ മീറ്റിംഗ് നടത്തിയ വിജയ് ഉടൻ തന്നെ കരൂർ സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 20 അംഗ ടീമിനെയും ഇത് സംബന്ധിച്ചുള്ള മുന്നൊരുക്കങ്ങളെല്ലാം ആസൂത്രണം ചെയ്യാനായിട്ട് വിജയ് ഏർപ്പെടുത്തുകയും ചെയ്തു. ആ രീതിയിലാണ് വിജയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അതോടൊപ്പമാണ് ഇന്ന് CBI അന്വേഷണം വേണമെന്നുള്ളൊരു ആവശ്യം ഇതിൻ്റെ ദുരന്തമുണ്ടായി പിറ്റേ ദിവസം മുതൽ തന്നെ TVK ആവശ്യപ്പെടുന്നതാണ്. TVK അടക്കം 6 കക്ഷികളാണ് ഇത് സംബന്ധിച്ച് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത്. 6 ഹർജികളും ഒരുമിച്ച് പരിഗണിച്ച കോടതി ഈ ഒരു ഘട്ടത്തിൽ CBI അന്വേഷണം ആവശ്യമില്ല എന്നുള്ള കാര്യം പ്രഖ്യാപിക്കുകയായിരുന്നു. അതോടൊപ്പം തന്നെ ജുഡീഷ്യൽ അന്വേഷണം അടക്കം നടക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് കോടതിയുടെ ഈ ഒരു നടപടി ഏതായാലും ഉണ്ടാവുകയും ചെയ്തത്. ഏതായാലും ഇന്ന് വിജയ്ക്കെതിരെ കോടതി നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അത് അതിരൂക്ഷമായ വിമർശനമാണ് എന്ന് തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. നേതൃഗുണമില്ലാത്ത ആളാണ്, തൻ്റെ അണികളായ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ നേതാവ് എന്ത് തരം നേതാവാണ് എന്ന് പോലും എന്തായാലും മദ്രാസ് ഹൈക്കോടതി ചോദിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിട്ടുണ്ട്. ആസിഫ്, ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടെ രൂപീകരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ അന്വേഷണ സംഘം നടപടികളിലേക്ക് കടന്നാൽ പിന്നീട് എന്താകും സംഭവിക്കുക? ഇപ്പോഴും 2 പേരും 2 ഭാഗക്കാരും ഗൂഢാലോചനാവാദം ആവർത്തിക്കുകയാണല്ലോ. ആ ഒരു പശ്ചാത്തലം കൂടിയുണ്ടല്ലോ. തീർച്ചയായും ഇന്ന് കോടതിയിൽ കേസ് പരിഗണിച്ച സമയത്ത് 2 പേരും പരസ്പരം കുറ്റപ്പെടുത്തുന്ന ഒരു ഘട്ടമുണ്ടായി. TVK നേതാക്കളുടെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിച്ച വേളയിലും ഇതിന് സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നു. പോലീസാണ് ഈ ദുരന്തം ഉണ്ടാക്കാൻ കാരണമെന്നും പോലീസ് യാതൊരു തരത്തിലുമുള്ള നടപടികൾ ഉണ്ടായില്ല, ആൾക്കൂട്ടം കൂടുതലുണ്ടായിരുന്ന സ്ഥലത്ത് പോലീസ് നിയന്ത്രിക്കാൻ ശ്രമിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് ഇത് സംബന്ധിച്ച് ഇന്ന് TVK കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ പോലീസ് അതിന് സമാനമായ രീതിയിൽ തന്നെ എങ്ങനെയാണ് ആളുകൾ മരിച്ചു വീണ ആളുകളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്താണ് പറയുന്നത്, ഇവർക്ക് വെള്ളവും മറ്റും ലഭിക്കാത്തതിനാലാണ് ഇവർ തളർന്നു വീണത്, ആ ഒരു ഘട്ടമാണ് മരണത്തിനിടയാക്കിയത്, അത് ഉറപ്പാക്കേണ്ടത് ഈ പാർട്ടി അല്ലേ തുടങ്ങിയ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് പോലീസ് ഇതിനെ നേരിട്ടത്. അതുകൊണ്ട് തന്നെ 2 കൂട്ടർക്കും ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചു എന്നുള്ള തരത്തിൽ തന്നെയാണ് കോടതി രൂക്ഷമായ വിമർശനം നടത്തിയത്. പോലീസിൻ്റെ പണി എന്തായിരുന്നു, അത്രയും പോലീസ് അവിടെ മതിയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കാൻ
ഹൈക്കോടതി തീരുമാനിക്കുകയും ചെയ്തത്. നമ്മൾ അറിയേണ്ടത് ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഒരു ഹർജിയിലല്ല കോടതിയുടെ വിധി എന്നുള്ളതാണ്. അപ്പോൾ അത്രത്തോളം വിമർശനങ്ങൾ ഏകദേശം 1.5 മണിക്കൂറോളം നീണ്ടുനിന്ന ഭാഗത്തിന് ശേഷമാണ് കോടതി ഒരു നിലപാടിലേക്ക് എത്തുകയും ചെയ്തത്. IG അസ്ര ഗാർഗിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഏതായാലും ഈ ഒരു കേസ് അന്വേഷിക്കുക. എന്തായാലും ഇരുകൂട്ടരും ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ശരി, വ്യക്തമാണ്. അപ്പോൾ കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് നിർണായക ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുന്നു കോടതി. മാത്രമല്ല TVK'ക്കും വിജയ്ക്കും എതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു. ഒപ്പം സ്റ്റാലിൻ സർക്കാരിനുമുണ്ട് വിമർശനം. ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടി കോടതി നിയോഗിച്ചിരിക്കുന്നു. അപ്പോൾ സമഗ്രമായ വിവരങ്ങൾ പറയുകയായിരുന്നു നമ്മുടെ ആസിഫ് മുഹമ്മദ്.